ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പിൽ ഫ്രണ്ട്സിന് ഫോട്ടോസ് അയച്ചു കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. ചിലർ നമുക്ക് അയച്ചു തരുന്ന ഫോട്ടോസ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ടൈപ്പിലേക്ക് അവർ അയക്കുന്നുണ്ടാവും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും ഫോട്ടോസ് അയക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ 4 രീതിയിൽ എങ്ങനെയാണ് ഫോട്ടോസ് അയക്കുക എന്നുള്ളത്, ഏറ്റവും ലോ ക്വാളിറ്റിയിലും ഏറ്റവും ഹൈ ക്വാളിറ്റിയിലും എങ്ങനെയാണ് ഫോട്ടോസ് അയക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഇനി നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസ് അയക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ 4 രീതിയിൽ എങ്ങനെയാണ് 4 രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യമായി നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഒരു പ്രൊഫൈൽ നമുക്ക് എടുക്കാം. ഇവിടെ ഞാനൊരു നമ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഫോട്ടോ അയക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നത് ഗാലറിയിലുള്ള ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ ഈ മെസ്സേജിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ പിൻ ഐക്കൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗാലറിയിൽ ക്ലിക്ക് ചെയ്യാം. ഗാലറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഗാലറിയിലുള്ള പിക്ചേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഏതാണോ അയക്കേണ്ടത് അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഫോട്ടോ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മൊബൈൽ തന്നെ എടുത്ത ഫോട്ടോ ആണ്. അത് നമ്മൾ സാധാരണ ഇവിടെ ജസ്റ്റ് ഈ ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സാധാരണ നോർമലായിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അയക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് അയക്കാം. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയൊരു ക്ലാരിറ്റി നമുക്ക് തോന്നുന്നില്ല അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. ആ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചൂസ് ഫ്രം ഗാലറി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അവിടെ നിന്ന് ഗാലറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അയച്ച അതേ ഫോട്ടോ നമുക്ക് ഇവിടെ കാണാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇവിടെ കറക്റ്റ് എക്സാക്ട് സൈസ് കാണിക്കുന്നുണ്ട് 3.2 MB. നമ്മൾ എത്ര കറക്റ്റ് ക്ലാരിറ്റിയിലാണോ ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കാൻ ഉദ്ദേശിച്ച ആ വ്യക്തിക്ക് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് വരിക. കറക്റ്റ് സൈസിലാണ് അവർക്ക്. ഇനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോ തന്നെ നമുക്ക് വന്നതായിട്ട് കാണാം. കറക്റ്റ് സൈസിൽ തന്നെ അതിൽ കാണിച്ചിരിക്കുന്ന 3.2 MBയിൽ തന്നെ നമുക്ക് സൈസ് കാണാം. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ ഞാൻ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഓപ്ഷനാണ്. അതിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാം HD എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഹൈ ഡെഫിനിഷൻ പിക്ചേഴ്സ് ആണ്, ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിൽ പിക്ചേഴ്സ്. ഇവിടെ നമുക്ക് 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കാണിക്കുന്നുണ്ട്, അതിൻ്റെ താഴെ SD ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഇവിടെ SD ഫോട്ടോസ് ആണ് ക്ലിയർ, നല്ല ക്ലിയർ ആണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് ഫോട്ടോസ് ആണെങ്കിൽ ക്ലാരിറ്റി കുറവായിരിക്കും, പക്ഷേ നമുക്ക് പെട്ടെന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, SD ക്വാളിറ്റിയിലേക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ടിക്ക് വന്നിട്ടുണ്ട് മേലെ. നമുക്കത് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കാരണം നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് അറ്റാച്ച് ആയി വരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം താഴെ SD എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമുക്ക് അയക്കുന്ന ആളുകൾക്കും കിട്ടുന്ന ആളുകൾക്കും മനസ്സിലാവും നല്ല ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിലുള്ള ക്യാമറയിലാണ് നമ്മൾ എടുത്ത് അയച്ചതെന്നുള്ളത്. ഇവിടെ താഴെ കണ്ടില്ലേ SD എന്ന് കാണിക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെ SD എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നമുക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഫോണിലെ ഇപ്പോൾ നമ്മൾ ആ SD ക്വാളിറ്റി നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കണ്ടില്ലേ നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് ഫോട്ടോസ് വന്നിരിക്കുന്നത്. അതാണ് ഈ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി കൊണ്ടുള്ള നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം അതാണ്. ഇത് നമുക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷൻ കാണിച്ചു തരാം. അത് നമുക്ക് നമ്മുടെ വാട്സപ്പിലുള്ള ക്യാമറ തന്നെ ഒന്ന് ഓൺ ചെയ്യുക. അതാണ് അവസാനത്തെ ഒരു ഓപ്ഷൻ. വാട്സപ്പിലുള്ള ക്യാമറ നമുക്ക് ഓൺ ചെയ്തു. ഇനി നമുക്ക് ഒരു ഫോട്ടോ നമുക്ക് ഇതിലെടുക്കാം. വാട്സപ്പിലുള്ള ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. നേരിട്ട് തന്നെ വാട്സപ്പ് വഴി തന്നെ ഒരു ഫോട്ടോ എടുക്കാം. നല്ലപോലെ സൂം ചെയ്തിട്ട് ഏത് ഭാഗമാണോ എടുക്കേണ്ടത് അത് നമുക്ക് എടുക്കാം. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ കാണാം SD എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെയും കാണാം. അതായത് ഗാലറിയിൽ പോയിട്ട് എടുക്കാം നമുക്ക്, അതേ സമയത്ത് നമുക്ക് ഫോണിലെ വാട്സപ്പിലെ ക്യാമറ വെച്ചിട്ട് എടുക്കാം. അവിടെ നമുക്ക് SD ക്വാളിറ്റി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതേ സൈസ് നമ്മൾ എടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ മറ്റുള്ളവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ. ഇതുപോലുള്ള വീഡിയോസാണ്, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടുള്ള ബെൽ ഐക്കണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.